അത്രി മഹർഷിയുടെ മകനായ പൗരാണിക പ്രസിദ്ധനായ മുനിയാണ് ഭരദ്വാജൻ. അനേക സഹസ്രാബ്ദങ്ങളെ അതിജീവിച്ച മഹർഷി എന്ന പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട്. ഭരദ്വാജൻ വാൽമീകി മഹർഷിയുടെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു. ഗുരുകുലവാസപ്രായത്തിൽ എല്ലാ അർത്ഥത്തിലും വിദ്യയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച ജീവിതമായിരുന്നു അവൻ്റേത്. വേദാഭ്യാസത്തിനു വേണ്ടി അക്ഷീണനായി അവൻ പരിശ്രമിച്ചിരുന്നു. അറിവിനു വേണ്ടിയുള്ള അടങ്ങാനാകാത്ത തൃഷ്ണ അവൻ്റെ ഒരു പ്രത്യേകത തന്നെ. ഗുരുവിന് കീഴിൽ കണിശക്കാരനായ ഒരു വിദ്യാർത്ഥിയായി ജീവിക്കുമ്പോൾ ഒരു കാര്യം അവൻ തിരിച്ചറിയുകയാണ്. ഒരു മനുഷ്യായുസ്സിൽ ഇത്രയും കാര്യങ്ങൾ ഒരാളെ കൊണ്ട് ഒരു കാരണവശാലും പഠിക്കുവാൻ സാധിക്കുകയില്ല. പിന്നെ എന്തു ചെയ്യും? ആയുസ് നീട്ടിക്കിട്ടുവാൻ വേണ്ടി ആ ചെറിയ പ്രായത്തിലെ അവൻ തപസ് ചെയ്യുവാൻ ആരംഭിച്ചു. 1000 വർഷങ്ങൾ വീതം നീണ്ടു നിൽക്കുന്ന ഓരോ ഘട്ടങ്ങളായി അനേക കാലത്തെ ദീർഘായുസിനു വേണ്ടി ഇന്ദ്രനെ പ്രസാദിപ്പിക്കുവാനാണ് അവൻ തപസ് ചെയ്തത്. ആഗ്രഹത്തിന്റെ തീക്ഷ്ണത കൊണ്ടാകാം അവന്റെ തപസ് പൂർണ്ണതയിലെത്തി. ഇന്ദ്രൻ പ്രസാദിച്ചു. പഠിക്കുവാൻ വേണ്ടി തന്നെ ആഗ്രഹിച്ച് ദേവേന്ദ്രനിൽ നിന്നും ദീർഘായുസ് വരമായി ചോദിച്ചു വാങ്ങി ഭരദ്വാജൻ. പിന്നീട് അങ്ങോട്ട് അവൻ ഇടതടവില്ലാതെ വേദപഠനം തുടർന്നുകൊണ്ടിരുന്നു. വീണ്ടും പോരായ്മ വന്നാലോ എന്നു കരുതി ഇതേ ആവശ്യത്തിന് തന്നെ ഭരദ്വാജൻ ഇന്ദ്രനെ വീണ്ടും പ്രത്യക്ഷപ്പെടുത്തി. ദേവരാജൻ 3 പിടി മണ്ണും 3 മലകളും അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. ശേഷം ഈ വിധം പറഞ്ഞു: ഇത്രയും കാലമായി അങ്ങേക്ക് അറിയുവാൻ സാധിച്ചിട്ടുള്ളത് ഈ 3 പിടി മണ്ണിന് സമമാണ്. ഇനി അറിയാനുള്ളതാകട്ടെ ആ കാണുന്ന 3 മലകളോട് തുല്യവും. പക്ഷേ അതൊന്നും ഭരദ്വാജനെ അധീരനാക്കിയില്ല. ദേവേന്ദ്രനാൽ അനുഗ്രഹീതനായ അയാൾ വേദാഭ്യാസം വീണ്ടും തുടർന്നു. ശ്രീരാമചരിത്രവും വാൽമീകി ചരിത്രവും ഭരദ്വാജനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. കാട്ടാളൻ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്തു കൊന്ന കാഴ്ചയാണല്ലോ രാമായണം എന്ന ഇതിഹാസ രചനയ്ക്ക് വാൽമീകി മഹർഷിക്ക് പ്രേരണയായത്. ആ സംഭവം നടക്കുമ്പോൾ മഹർഷിയുടെ കൂടെയുണ്ടായിരുന്ന ശിഷ്യൻ ഈ ഭരദ്വാജനായിരുന്നു. വളർന്നപ്പോൾ ഒരു മഹർഷിയായി തീർന്നു ഭരദ്വാജൻ. അദ്ദേഹത്തിന്റെ ആശ്രമം ചിത്രകൂട പർവ്വതത്തിന്റെ സമീപത്തായിരുന്നു. വനവാസകാലത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഭരദ്വാജ മുനിയുടെ ആശീർവാദങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ചിത്രകൂടത്തിലേക്ക് പ്രവേശിച്ചത്. ഈ ഘട്ടത്തിൽ കേകയ രാജ്യത്തു നിന്നും മടങ്ങി വന്ന ഭരതൻ ജ്യേഷ്ഠന്റെ വനവാസത്തെപ്പറ്റി അറിഞ്ഞ് ദുഃഖിതനായി തീർന്നു. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി സൈന്യസമേതനായി വനത്തിലേക്ക് തിരിക്കുകയും ചെയ്തു ഭരതൻ. ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിന്റെ സമീപമെത്തിയപ്പോൾ സൈന്യത്തെ ദൂരെ നിർത്തിയ ശേഷം ഭരതൻ മഹർഷിയെ കണ്ടു വണങ്ങുന്നതിനു വേണ്ടി ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. മുനി ഭരതനെ ആശ്രമത്തിൽ സ്വീകരിച്ചു. ദീർഘമായ ഒരു സംഭാഷണവും നടത്തി. തീർത്തും നിരപരാധിയായ ഒരു അനുജൻ. അമ്മ ചെയ്ത തെറ്റിന് മകൻ അപരാധിയാകുന്നതിൽ ഒരർത്ഥവുമില്ല. അന്ന് രാത്രി രാജകീയ ആഡംബരങ്ങളോടുകൂടി ഭരതന് ഒരു സ്വീകരണം കൊടുക്കണമെന്ന് ഭരദ്വാജൻ നിശ്ചയിച്ചു. അദ്ദേഹം വിശ്വകർമാവിനെ അടുക്കൽ വിളിച്ച് ഗംഭീരമായ ഒരു വിരുന്നു നടത്തുവാൻ ആവശ്യപ്പെടുന്നു. ആ വിരുന്നിൽ അപ്സരസുകൾ, അഷ്ടദിക്പാലകന്മാർ തുടങ്ങി എല്ലാവരും ക്ഷണിക്കപ്പെട്ടു. ദേവസ്ത്രീകൾ മനോഹരമായ നൃത്തം വെച്ചു. ഗംഭീരമായ ആ വിരുന്നിൽ ആഹാര സാധനങ്ങൾ അതിഥികളുടെ അടുക്കൽ സ്വയം വന്നു ചേർന്നു. ഇത്തരം സജ്ജീകരണങ്ങളെല്ലാം എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി. അങ്ങനെ ആ രാത്രി അത്ഭുതകരമായിട്ടാണ് അവസാനിച്ചത്. പ്രഭാതമായപ്പോൾ എല്ലാവരും പിൻവാങ്ങി. ഭരദ്വാജന്റെ മായാശക്തിയെ അവിടെ വന്നവരെല്ലാം പ്രകീർത്തിച്ചു. ഒരു കാലത്ത് ഭരദ്വാജ മഹർഷി ഗംഗാതീരത്ത് ആശ്രമം കെട്ടി വസിക്കുകയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ സ്നാനത്തിനായി ഗംഗാ നദിയിലിറങ്ങി. ആ നദീതീരത്ത് അപ്പോൾ ഘൃതാജി നിൽപ്പുണ്ടായിരുന്നു, അതിമനോഹരിയായ അപ്സരസ്. മുനിയെ കണ്ടപ്പോൾ അവൾ ഓടി അകന്നുവെങ്കിലും പുല്ലിലുടക്കി അവളുടെ വസ്ത്രം നിലത്ത് ഊർന്നു വീണു. തങ്കവിഗ്രഹം പോലെയുള്ള അവളുടെ രൂപം കണ്ട് മഹർഷി ഒരു നിമിഷത്തേക്ക് സ്വയം മറന്നു. ഭരദ്വാജനിൽ നിന്നും നിർഗമിച്ച വീര്യം അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന മരപാത്രത്തിൽ സൂക്ഷിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും തേജോമയനായ ഒരു ശിശു രൂപം കൊണ്ടു. ദ്രോണത്തിൽ നിന്നും ജനിച്ച അതുല്യമായ കഴിവുകളുള്ള ആ പുത്രനാണ് വിശ്വപ്രസിദ്ധരായ പ്രാചീന ആചാര്യന്മാരുടെ ശ്രേണിയിൽ ഇടം പിടിച്ച്
ജനഹൃദയങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ദ്രോണാചാര്യർ. അയോനിജനായി പിറന്ന ദ്രോണർ ആയോധനകലകളിലെ അതുല്യ പ്രതിഭയായിരുന്നു. ഭരദ്വാജ മഹർഷി മരിച്ചതിന് ശേഷം വീണ്ടും ജീവിച്ച ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. മഹർഷി ഒരു കാലത്ത് മധുബില സംഗമം എന്ന സ്ഥലത്ത് ആശ്രമം കെട്ടി പാർത്തിരുന്നു. സമീപത്തു തന്നെ രൈഭ്യൻ എന്ന ഒരു മഹർഷി കൂടി താമസിക്കുന്നുണ്ടായിരുന്നു. ആയിടയ്ക്ക് ഭരദ്വാജന് യവക്രീതൻ എന്ന ഒരു പുത്രൻ ജനിച്ചു. രൈഭ്യന് അർവാവസു എന്നും പരാവസു എന്നും 2 മക്കളുണ്ടായി. രൈഭ്യനും മക്കളും വിദ്വാൻമാരായിരുന്നു. ഭരദ്വാജനും യവക്രീതനുമാകട്ടെ തപസ്വികളും. ഗുരുമുഖത്തു നിന്നും അഭ്യസിക്കാതെ തന്നെ വിദ്യകൾ സ്വയം തോന്നുന്നതിനുള്ള ഒരു വരം വാങ്ങുന്നതിനു വേണ്ടി യവക്രീതൻ തപസ് ആരംഭിച്ചു. തപസ് മൂർധന്യത്തിലെത്തിയപ്പോൾ ദേവേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. യവക്രീതന്റെ ആഗ്രഹം അസാധ്യമാണെന്നും ആയതിനാൽ തപസ് പിൻവലിക്കണം എന്നുമാണ് ഇന്ദ്രൻ ആവശ്യപ്പെട്ടത്. എന്നാൽ യവക്രീതനാകട്ടെ അത് സമ്മതിച്ചുമില്ല. അദ്ദേഹം വീണ്ടും തപസ് തുടരുമ്പോൾ ഇന്ദ്രൻ മറ്റൊരു വേഷത്തിൽ അയാൾക്ക് മുൻപിൽ വന്നു. മണൽത്തരികൾ കൊണ്ട് നദിയിൽ ഒരു ചിറ കെട്ടുവാൻ തുടങ്ങി രൂപം മാറിയ ഇന്ദ്രൻ. യാദൃശ്ചികമായി ഈ കാഴ്ച കണ്ട യവക്രീതൻ അത് അസാധ്യമാണെന്ന് ഇന്ദ്രനോട് പറഞ്ഞു. ഇന്ദ്രൻ സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് യവക്രീതന്റെ ഉദ്ദേശവും ഇതുപോലെ തന്നെ അസാധ്യമാണെന്നും പറഞ്ഞു. എന്നിട്ടും യവക്രീതൻ പിൻവാങ്ങിയില്ല. ഒടുവിൽ അവന്റെ നിശ്ചയദാർഢ്യത്തിൽ സംതൃപ്തനായ ഇന്ദ്രൻ അവന് വരം നൽകി അപ്രത്യക്ഷനായി. യവക്രീതൻ ആശ്രമത്തിൽ മടങ്ങി വന്നു. ദേവരാജനിൽ നിന്നും വരം ലഭിച്ച അവൻ എല്ലാം തികഞ്ഞവനാണെന്ന് ഭാവിക്കുവാൻ തുടങ്ങി. അഹങ്കാരം പാരമ്യത്തിലേക്ക്. രൈഭ്യന്റെ പുത്രവധുവിനെ കണ്ട് ഒരിക്കൽ അവന് കാമം തോന്നി. എല്ലാ പരിധികളും മറന്ന് യവക്രീതൻ അവളോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തു. രൈഭ്യൻ കോപം കൊണ്ട് വിറച്ചു. തന്റെ ജട പറിച്ച് ഹോമിച്ച് യവക്രീതനെ വധിക്കുവാനായി അദ്ദേഹം കൃത്യയെ ജനിപ്പിച്ചു. വിവരങ്ങളെല്ലാം അറിഞ്ഞ് ഭരദ്വാജൻ ദുഃഖിതനായി. പുത്രന്റെ മരണം സുനിശ്ചിതമായിരിക്കുന്നു. രൈഭ്യനെ സ്വപുത്രൻ തന്നെ വധിക്കുമെന്ന് ശാപം നൽകി മഹർഷി ഭരദ്വാജൻ യവക്രീതനോടൊന്നിച്ച് അഗ്നിയിൽ ചാടി മരിച്ചു. ഭരദ്വാജ മഹർഷി നൽകിയ ആ ശാപവും വൈകാതെ ഫലിക്കുന്ന കാഴ്ചയാണ് പിന്നീടുണ്ടായത്. ആയിടയ്ക്ക് ബൃഹദ്യുമ്നൻ എന്ന വ്യക്തി ഒരു യാഗം കഴിച്ചു. യാഗത്തിന് സഹായികളായി അർവാവസുവിനെയും പരാവസുവിനെയും ക്ഷണിക്കുകയുണ്ടായി. പരാവസു കാട്ടിൽ കൂടി നടക്കുമ്പോൾ കൃഷ്ണമൃഗത്തിന്റെ തോൾ ധരിച്ചിരിക്കുന്ന അച്ഛനെ കണ്ട് അത് മാനാണെന്ന് തെറ്റിദ്ധരിച്ചു. രൈഭ്യനെ അമ്പെയ്ത് കൊല്ലുകയും ചെയ്തു. മാനിന്റെ സ്ഥാനത്ത് പിതാവായിരുന്നു എന്ന് കണ്ട് പരാവസു പരിഭ്രമിച്ചു. അയാൾ വേഗം തന്നെ അർവാവസുവിനെ രഹസ്യമായി ചെന്ന് കാര്യങ്ങൾ അറിയിച്ചു. അർവാവസു ആകട്ടെ കാട്ടിൽ ചെന്ന് അച്ഛന്റെ ശേഷക്രിയകളെല്ലാം നടത്തി തിരികെ പോരുകയും ചെയ്തു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ തകിടം മറിഞ്ഞു. അർവാവസുവാണ് രൈഭ്യ മഹർഷിയെ വധിച്ചത് എന്ന കിംവദന്തി പരാവസു തന്നെ നാട്ടിൽ പറഞ്ഞു പരത്തി. അർവാവസുവിന്റെ നിരപരാധിത്വം ആരും കൈക്കൊണ്ടുമില്ല. അയാൾ നിരാശനായി. ചെയ്യാത്ത തെറ്റിന്റെ പാപഭാരം ഏൽക്കേണ്ടി വന്നിരിക്കുന്നു. ചിലപ്പോഴെല്ലാം അങ്ങനെയാണ്. മനസ്സ വാച അറിയാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരും. പ്രത്യേകിച്ച് ശുദ്ധാത്മാക്കൾക്കാണ് അത്തരം ഗതികേട് സാധാരണ വന്നുപെടാറുള്ളത്. സർവരാലും പരിത്യജിക്കപ്പെട്ട് അലഞ്ഞുതിരിഞ്ഞ് അർവാവസു ഒടുക്കം കാട്ടിൽ ചെന്നു. കയ്യിലിരിക്കുന്നത് ആത്മവിദ്യ. ജീവിതത്തിലാണെങ്കിൽ ഇനിയൊരു പ്രതീക്ഷയ്ക്കും സ്ഥാനമില്ല. സുന്ദരമായി ആത്മീയതയിൽ മുന്നേറാം എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അർവാവസു സൂര്യനെ തപസ് ചെയ്യുവാൻ തുടങ്ങി. കാലം കുറെ കഴിഞ്ഞപ്പോൾ സൂര്യൻ പ്രത്യക്ഷനായി അർവാവസുവിനെ അനുഗ്രഹിച്ചു. ആദിത്യ ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട് ഭാഗ്യവും അത്ഭുതകരമായ കഴിവും നേടി നാട്ടിൽ തിരിച്ചെത്തിയ അയാൾ യവക്രീതൻ, ഭരദ്വാജൻ, രൈഭ്യൻ എന്നിവരെ പുനർജീവിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. അഗ്നിയിൽ ചാടി ആത്മത്യാഗം ചെയ്ത ഭരദ്വാജൻ വീണ്ടും അങ്ങനെ ജീവിപ്പിക്കപ്പെട്ടു. ഭരദ്വാജ മഹർഷിയുടെ പുത്രിയായ ദേവവർണ്ണിനിയുടെ മകനായാണ് കുബേരൻ ജനിക്കുന്നത്. പ്രജാപതികളിൽ ഒരാളായ പുലസ്ത്യന്റെയും ഹാവിർഭൂവിന്റെയും പുത്രനായിരുന്നു വിശ്രവസ്. ഭരദ്വാജ പുത്രിയായ ദേവവർണ്ണിനിയെ വിവാഹം കഴിച്ചത് വിശ്രവസാണ്. കുബേരൻ അവർക്ക് ജനിച്ച പുത്രനായിരുന്നു. വേദജ്ഞാനത്തോടൊപ്പം ആയോധനകലകളിലും ഭരദ്വാജൻ
ആഗ്നേയാസ്ത്രം മുതലായ ദിവ്യാസ്ത്രങ്ങളും ഭരദ്വാജന് വശമായിരുന്നു. അസ്ത്രശസ്ത്ര വിദ്യകളിലെ ദ്രോണാചാര്യരുടെ കഴിവിന്റെ ഒരു കാരണവും പിതാവായ ഭരദ്വാജന്റെ ശിഷ്യത്വം തന്നെ.